Hello everyone, this is Linu. Welcome to Learn With. എല്ലാവർക്കും സുഖാണോ? ഓക്കെ, ലാസ്റ്റ് 2 വീഡിയോസ് എല്ലാവരും കണ്ടോ? ഓർഗാനിക് കെമിസ്ട്രി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നോമൻക്ലേച്ചർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. We have discussed about the nomenclature of organic compounds containing 1 branch and 2 branch. അതല്ലേ പഠിച്ചത്? ഓക്കെ, എല്ലാവരും പഠിച്ചു അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ കട്ട് അല്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ? ഓക്കെ, കമന്റ് ചെയ്തോ? ഹോംവർക്ക് കമന്റ് ചെയ്തായിരുന്നോ? ടീച്ചർ തന്നൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു സ്ട്രക്ചർ വരയ്ക്കാനും പറഞ്ഞായിരുന്നു, ഇത് കറക്റ്റ് ആണോ നോക്കാനും പറഞ്ഞായിരുന്നു. ചെയ്തായിരുന്നോ? ഓക്കെ, കുറെ പേരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. കമന്റ് ടീച്ചർ കണ്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇതേപോലെ നിങ്ങൾ ഒപ്പത്തിനൊപ്പം പഠിച്ചു പോവാ. ഓക്കെ, സ്കൂളിലായാലും അപ്പാപ്പ എടുക്കുന്നത് അപ്പാപ്പ പഠിച്ച് പെർഫെക്റ്റ് ആക്കി വെക്കുക. സോ നിങ്ങൾക്ക് ഒരു ബർഡൻ ഉണ്ടാവില്ല എക്സാമിന്റെ സമയത്ത്. ഓക്കെ, now ടീച്ചർ ഇത് വരച്ച് കാണിച്ചു തരാം. 2,3,3 ട്രൈമീഥൈൽ ഹെക്സേൻ. അത് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഹെക്സ് വരയ്ക്കണം. ഹെക്സ് എന്ന് വെച്ചാൽ 6, 2, 3, 4, 5, 6 എന്നിട്ട് നമ്പർ ചെയ്യണം അല്ലേ? 1, 2, 3, 4, 5, 6. ഇനി 2ലുണ്ട് മീഥൈലാണ് കേട്ടോ. അപ്പൊ ഒരെണ്ണം അങ്ങോട്ട് വരച്ചോ. മീഥൈൽ ഇട്ട് കൊടുത്തു. 3ലുണ്ട് 3ൽ 2 എണ്ണം ഉണ്ട്. മുകളിലൂടെ താഴെയൂടെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? ഹൈഡ്രജൻ ഇല്ലാത്ത പാവം കാർബണുകൾക്ക് എന്തിട്ട് കൊടുക്ക? അതിന് അത്യാവശ്യം വേണ്ട ഹൈഡ്രജൻ ഒക്കെ ഇട്ട് കൊടുക്കുക. 3 എണ്ണം. ഇവിടെ 3 എണ്ണം ഓൾറെഡി ഉണ്ട്, അപ്പൊ ഒരെണ്ണം. ഇവിടെ ഓൾറെഡി 4 എണ്ണം ഉണ്ട്, അവിടെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. അവർക്ക് ഹൈഡ്രജനെ വേണ്ട കാർബൺ. ഓക്കെ, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ലാസ്റ്റ് 3 എണ്ണം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയ സ്ട്രക്ചർ? വെരി ഗുഡ്. ഇത് കമന്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ സ്ട്രക്ചർ വരുമ്പോ. ഓക്കെ, ഇനി അടുത്തതിന്റെ പേരിട്ടത് ശരിയാണോ എന്നാണ് ചോദ്യം. ഇപ്പൊ പെന്റൈൻ എന്നാണ് പറയുന്നത്, 2-ethyl pentane. ഓക്കെ, ടീച്ചർ അത് പറഞ്ഞുതരാം. നോക്കട്ടെ, നിങ്ങൾ ചെയ്ത് നോക്കി കുറെ പേരൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരെങ്ങനെയാ നമ്പർ ഇട്ടേക്കുന്നേ ഒന്ന് നോക്കിയേ. നമ്പർ ഇട്ടേക്കുന്നത് എങ്ങനെയാ? 2-ethyl pentane നമ്പർ വരണമെങ്കിൽ അവർ ഇവിടും തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? 1, 2, 3, 4, 5 ഇങ്ങനെയാണെങ്കിൽ നമ്പർ ഇട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോഴാണ് സെക്കൻഡ് പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പ് കിട്ടിയത്. ഓക്കെ, ഇത് ശരിയാണോ? തെറ്റാണ്. എന്താ തെറ്റിയത്? ഇവിടെ ഇത് 5 കാർബണേ ഉള്ളൂ. വേറെ വല്ല കാർബൺ, നമ്മൾ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കണം എന്നാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ അല്ലെ? ആ റൂൾ ഇവിടെ ഒബേ ചെയ്തിട്ടില്ല. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ നോക്കിയേ, 1, 2, 3, 4 കഴിഞ്ഞ് ഇങ്ങനെ വരാലോ. അപ്പൊ 6 എണ്ണം ഉള്ളതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ വരുന്നേ അല്ലേ? 6 എണ്ണം ഉള്ളതല്ലേ വരുന്നേ? യെസ്. അപ്പൊ എവിടെയാ ബ്രാഞ്ച്? ബ്രാഞ്ച് നമ്മുടെ 4ലാ വരുന്നത് അല്ലേ? ഇനി തിരിച്ച് നമ്പർ ഇട്ട് നോക്കാം നമുക്ക്. ഓക്കെ, തിരിച്ച് റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ഇട്ട് നോക്കാം. അപ്പൊ 1, 2, 3, 4, 5, 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ബ്രാഞ്ച് എവിടെയാ? 3ലാണ്. അപ്പൊ ഏതാ കറക്റ്റ്? ഇതാണ് കറക്റ്റ്. ഇനി എങ്ങനെ പേരിടാം? 3, കോമ അല്ല കേട്ടോ, ഹൈഫൻ. ഏതാ ഗ്രൂപ്പ്? മീഥൈൽ ആണ്. മീഥൈൽ 6 കാർബൺ ഉള്ളത് കൊണ്ട് ഹെക്സ്, ഹെക്സെയിൻ. ഇങ്ങനെയാണ് പേര് വരാം. ഓക്കെ, മനസ്സിലായോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ തരും, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് റൂള്, അതായത് കാർബണിന്റെ ചെയിൻ വലുത് തന്നെയാണോ എടുത്തേക്കണേന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ബ്രാഞ്ചിന് ചെറിയ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം കറക്റ്റ് ആയിട്ടുള്ള UPSC നെയിം എഴുതാൻ. മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് അൺസാച്ചുറേറ്റഡ്. എന്താ അൺസാച്ചുറേറ്റഡ്? ആദ്യം പറഞ്ഞതല്ലേ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡബിൾ ബോണ്ട് ഓർ ഇറ്റ് ക്യാൻ ബി ട്രിപ്പിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് വരുന്നതോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നതോ എന്താണ്? അൺസാച്ചുറേഷൻ ആണ്. ഇനി അവ എങ്ങനെ പേരിടാം? അവയ്ക്ക് പേരിടണ്ടേ? അവരുടെ നോമൻക്ലേച്ചർ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us see. അപ്പൊ നോമൻക്ലേച്ചർ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള കാർബൺ, ഓക്കെ, അതിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യാം. അത്രേ ഉള്ളൂ. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ തന്നെ കണ്ടുപിടിക്കണം. ബാക്കിയൊക്കെ സെയിം തന്നെ. പക്ഷെ ഡബിൾ ബോണ്ടിനോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അതിന് ചെറിയ നമ്പർ കിട്ടണം. ഒരു എക്സാമ്പിൾ നോക്കിയേ, C4H8. അതിന്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. C4H8 ആൽക്കീൻ ആണ്. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് വേണം. അപ്പൊ നമ്മൾ ഇവിടെ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുത്തേക്കാണ്. അതിന് നമ്പർ ഇട്ടേക്കണം. നോക്കി, ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇട്ടു 4 എണ്ണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇട്ടു 4 എണ്ണം ഉണ്ട്. ഏതാ കറക്റ്റ്? നിങ്ങൾ നോക്കി, ചെറിയ നമ്പർ ഡബിൾ ബോണ്ടിന് കിട്ടണത് ആരാ?
ഇവിടെയാണെങ്കിൽ 1 ആണ് ഡബിൾ ബോണ്ടിന് കിട്ടിയേക്കുന്നത്. ഇവിടെയാണെങ്കിലോ 1 2 3യിലാണ് ഡബിൾ ബോണ്ട് വരുന്നേ. അപ്പൊ ഏതാ ചെറിയ നമ്പർ? ഏതാ? 1 അല്ലേ? അപ്പൊ ഇതാണ് കറക്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ, ടിക്ക്. കറക്റ്റ് ഏതാ? പൊസിഷൻ നമ്പർ 1. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ട്? 4 എണ്ണം. അപ്പൊ നമ്മുടെ വേർഡ് റൂട്ട് എന്താ വരാ? ബ്യൂട്ട് എന്ന് വരും. കറക്റ്റ് പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് 1. ഫസ്റ്റ് പൊസിഷൻ ആണ്. ഇനി എന്താ ശ്രദ്ധിക്കണ്ടേ? ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ്. അപ്പൊ നമ്മള് സഫിക്സ് എഴുതുമ്പോ, ലാസ്റ്റ് എഴുതുമ്പോ എന്നാണോ എഴുതാ? അല്ല, ആൽക്കീൻ ആയതുകൊണ്ട് നമ്മൾ എഴുതുമ്പോ ഈൻ എന്ന് വേണം. ഈൻ എന്ന് വേണം എന്ത് എഴുതാൻ? നമ്മുടെ സഫിക്സ് എഴുതാൻ. ഓക്കെ, ഇനി ഇങ്ങനെ നമുക്ക് പേരിടാൻ നോക്കാം. ആദ്യം വേർഡ് റൂട്ട് എഴുതണം. അപ്പൊ ഇവിടുത്തെ വേർഡ് റൂട്ട് എന്താ? ബ്യൂട്ട് ആണ്. സോ ബ്യൂട്ട് എന്ന് എഴുതിക്കോ. എന്നിട്ട് എന്ത് ചെയ്യണ്ട? ഹൈഫൻ. പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 1 ഇട്ടു. വീണ്ടും ഹൈഫൺ ഇടണം. ഓക്കെ, എന്നിട്ട് സഫിക്സ് കൊടുക്ക. സഫിക്സ് എന്താ? ഈൻ. സോ ഈൻ ഇട്ട് കൊടുക്ക. അപ്പൊ നമ്മുടെ പേരെന്താ? ബ്യൂട്ട് 1 ഈൻ. ക്ലിയർ? എല്ലാവർക്കും കിട്ടിയോ? അപ്പൊ എന്തൊക്കെ ചെയ്യണം? ആദ്യം തന്നെ വേർഡ് റൂട്ട് കണ്ടുപിടിക്കണം, ഹൈഫൺ ഇടണം, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എഴുതണം, വീണ്ടും ഹൈഫൺ ഇടണം, എന്നിട്ട് നമ്മുടെ സഫിക്സ് എഴുതാം. ഓക്കെ, വി വിൽ ഡു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നോക്കി, മോളിക്കുലർ ഫോർമുല. ഇനി ഇതിൽ ഏതാ? എത്ര കാർബൺ ഉണ്ട്? ഇവിടെ എഴുതിയിട്ടുണ്ടോ ഓൾറെഡി? എത്ര കാർബൺ ഉണ്ട്? 1 2 3 4. ഓക്കെ, 1 2 3 4 തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ഏതാ കറക്റ്റ് സ്മോൾ നമ്പർ കിട്ടുന്നേ? എങ്ങനെ പോകുമ്പോൾ? ഇങ്ങനെ പോകുമ്പോ 2, ഇങ്ങനെ പോകുമ്പോഴും 2. അപ്പൊ എങ്ങനെയായാലും കുഴപ്പമില്ല, 2 ആണ് വരുന്നത് അല്ലെ? അപ്പൊ ടോട്ടൽ നമ്മൾ കാർബൺ ആറ്റംസ് ഇൻ ദിസ് ചെയിൻ എത്രയാ? 4. വേർഡ് റൂട്ട് എന്താ? ബ്യൂട്ട്. അഗൈൻ ബ്യൂട്ട്. കറക്റ്റ് പൊസിഷൻ ഓഫ് ദ കാർബൺ ആറ്റം ഹാവിംഗ് ഡബിൾ ബോണ്ട്. സെക്കൻഡ് പൊസിഷൻ. വാട്ട് ഈസ് ദ സഫിക്സ്? ഡബിൾ ബോണ്ട് ആണല്ലോ. സോ ഈൻ ആണ് സഫിക്സ് എഴുതേണ്ട. ഈൻ. ആൻഡ് വാട്ട് ഈസ് IUPAC നെയിം? എഴുതിക്കോ. വേർഡ് റൂട്ട് ഹൈഫൺ നമ്മുടെ പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് ഹൈഫൺ ഈൻ. ക്ലിയർ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാർന്നോ? ഇതിന്റെ പേരും മോളിക്കുലർ ഫോർമുല എന്താന്ന് നോക്കിയേ. മോളിക്കുലർ ഫോർമുല C4H8 തന്നെയാണ് അല്ലേ? ഓക്കെ, രണ്ടിനും C4H8 ആണ്. പക്ഷെ എന്താ വ്യത്യാസം? ആദ്യത്തേതില് 1ലാണ് ഡബിൾ ബോണ്ട്, രണ്ടാമത്തേതിലോ 2ലാണ് ഡബിൾ ബോണ്ട്. അതാണ് അവയുടെ വ്യത്യാസം. അവരുടെ മോളിക്കുലർ ഫോർമുല രണ്ടിന്റെയും സെയിം ആണ്. വാട്ട് ഡു ദേ ഡിഫർ ഇൻ ദ സ്ട്രക്ചർ? പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട്. ഓക്കെ, പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് ആണ് അവിടെ വ്യത്യാസം. ക്ലിയർ? ഓക്കെ, നൗ ഡു ദ നെക്സ്റ്റ് വൺ. അടുത്ത ചെയ്യാം. പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് നോക്കിയിട്ട് ഇത് നോക്കി, എന്നിട്ട് ഇതിന്റെ IUPAC നെയിം ഏതാന്ന് കറക്റ്റ് വൺ കണ്ടുപിടിക്കാനാ പറഞ്ഞു. പെന്റ് 3 ഈനാണോ? പെന്റ് 2 ഈനാണോ? നമ്പർ ഇടാൻ ഫസ്റ്റ്. 1 2 3 4 5. ഓക്കെ, ഡബിൾ ബോണ്ടിന് 3 ആണ് കിട്ടുന്നത്. 1 2 3 4 5. ഡബിൾ ബോണ്ടിന് ഇവിടെയാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ഇങ്ങനെ പോകുമ്പോ 3യും ഇങ്ങോട്ട് പോകുമ്പോ 2ഉം. ഏതാ കറക്റ്റ്? പെന്റ് ആണ്. 5 കാർബൺ ഹൈഫൺ ഇട്ടു. 2 ആണ് കറക്റ്റ് പൊസിഷൻ, 2 ഇട്ടു. ഇനി സഫിക്സ് എഴുതാ. എന്താ എഴുതണ്ടേ? ഈൻ എന്ന് എഴുതാം. ക്ലിയർ? ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് കോമ്പൗണ്ട്. What structural formula of the compound given? What is the molecular formula? Okay, molecular formula കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നേ? molecular formula കണ്ടുപിടിക്കാൻ ജസ്റ്റ് കാർബൺ എത്ര ഉണ്ടെന്ന് എഴുതാം. കാർബൺ എത്രയുണ്ട്? കാർബൺ 4 എണ്ണം, ഹൈഡ്രജൻ 1 2 3 4 5 6. ഹൈഡ്രജൻ 6 എണ്ണേ ഉള്ളൂ. ഇത് ഏത് കോമ്പൗണ്ടാ? ഈ മോളിക്കുലർ ഫോർമുല കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് ഏത് കോമ്പൗണ്ടാ. ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സോ ഇതെന്താ? ഇത് ആൽക്കൈൻ. അപ്പൊ ഇനി നമുക്ക് ആൽക്കൈന് നമ്പർ ഇട്ടാലോ? ആൽക്കീന്റെ പോലെ തന്നെയാണ്. വേർഡ് റൂട്ട് എഴുതാ. ഓക്കെ, ഹൈഫൺ ഇടാ. പൊസിഷൻ ഓഫ് ദ ട്രിപ്പിൾ ബോണ്ട് പൊസിഷൻ എഴുതാ, ഹൈഫൺ ഇടാ. സഫിക്സ് എന്താ കൊടുക്കണ്ടേ? വ്യത്യാസം അവിടെ ഉള്ളൂ. YNE കൊടുക്കണം. അതാണ് ഇവിടുത്തെ വാല്യൂ. ഓക്കെ, ആൽക്കൈന്റെ വാല്യൂ. അപ്പൊ നമുക്ക് നോക്കാം. IUPAC നെയിം ഇടാം. നോക്കി, 1 2 3 4. അപ്പൊ ടോട്ടൽ നമ്പർ എത്രയാ? സോറി, 4 എന്ന് എഴുതണം. വേർഡ് റൂട്ട് ആണ് നമ്മൾ ബ്യൂട്ട് എന്ന് എഴുതാം. ഓക്കെ, ബ്യൂട്ട്.
കറക്റ്റ് പൊസിഷൻ ഓഫ് ദ കാർബൺ ആറ്റം. ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിലെ കറക്റ്റ് പൊസിഷൻ 1 അല്ലേ? ഇവിടെ 3 വരുന്നത്. അപ്പൊ ഏതാ കറക്റ്റ്? 1. സഫിക്സ് എന്താ? ട്രിപ്പിൾ ബോണ്ട് വരുമ്പോ സഫിക്സ് എന്താ? YNE. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പേര് കിട്ടും? ബ്യൂട്ട് 1 എന്ന് പേര് കിട്ടും. ഓക്കെ, യെസ്. Now the next question is, write a structural formula of another alkane with the molecular formula C4H6. ഇതേ മോളിക്കുലർ ഫോർമുല വരുന്ന വേറൊരു സ്ട്രക്ചറൽ ഫോർമുല, വേറൊരു ആൽക്കേന്റെ എഴുതാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ആൽക്കീൻ ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി, ഇവിടെ പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് മാറ്റി കൊടുത്തപ്പോ മോളിക്കുലർ ഫോർമുല ഒന്നും മാറിയിട്ടുണ്ടായില്ല, പൊസിഷൻ മാത്രം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, അതായത് ഇവിടെ ഒന്നാമത്തെ കാർബണിലല്ലേ ഡബിൾ ബോണ്ട്, നമുക്ക് ഇവിടെ രണ്ടാമത്തെ കാർബണിൽ അങ്ങോട്ട് ഡബിൾ ബോണ്ട് അല്ല ട്രിപ്പിൾ ബോണ്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബാക്കി നമുക്ക് ഹൈഡ്രജൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ. CH3. ഈ കാർബൺ വല്ലതും വേണോ? വേണ്ട. ഈ കാർബൺ വല്ലതും വേണോ? ഓൾറെഡി 4 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ. ഇതും എന്തെന്നെയാ? C4H6 അല്ലേ. ഞാൻ എന്താ ചെയ്തേ? ടീച്ചർ എന്താ ചെയ്തേ? വെറുതെ ആ ഡബിൾ ബോണ്ട് ഒന്നാമത്തെ കാർബണിൽ ഇരുന്ന ഡബിൾ ബോണ്ടിനെ എവിടേക്ക് കൊണ്ടിട്ടു? ഡബിൾ ബോണ്ട് അല്ല കേട്ടോ, സോറി. ഒന്നാമത്തെ കാർബണിൽ ഇരുന്ന ട്രിപ്പിൾ ബോണ്ടിനെ എവിടെ കൊണ്ടിട്ടു? രണ്ടാമത്തെ കാർബണിൽ കൊണ്ടിട്ടു. ഇനി നമുക്ക് ഇതിന് പേരിട്ടാലോ? പേരിടാം. 1 2 3 4. ഇങ്ങോട്ട് വന്നാലും കറക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? 4 കാർബൺ ബ്യൂട്ട് 2 ഹൈഫൺ YNE. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ C4H6 സ്ട്രക്ചറൽ കോമ്പൗണ്ട്സ് 2 ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇവ തമ്മിൽ എന്തെന്നെ വ്യത്യാസം? പൊസിഷൻ ഓഫ് ദ ട്രിപ്പിൾ ബോണ്ട്, അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. എല്ലാവർക്കും ക്ലിയർ ആയോ? എന്നാ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേബിൾ ഫിൽ ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ടേബിൾ ആണ്. നമുക്ക് നോക്കാം. IUPAC നെയിം എഴുതണം, സ്ട്രക്ചർ വരയ്ക്കണം. ഓക്കെ, രണ്ടും ഉണ്ട്. ആദ്യത്തിന്റെ പേരിട്ടെ 1 2 3. 1 2 3. ഏതാ കറക്റ്റ്? റൈറ്റ് ടു ലെഫ്റ്റ് അല്ലേ. അപ്പൊ മുകളിൽ മാച്ചുകളെ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടണം. അപ്പൊ 3 കാർബൺ പ്രൊപ്പ് ഹൈഫൻ പൊസിഷൻ 1 ഹൈഫൻ ഡബിൾ ബോണ്ട് അല്ലേ. അപ്പൊ എന്തിടണം? ഈൻ. പ്രൊപ്പ് 1 ഈൻ എന്ന് പേര് കിട്ടും. ഓക്കെ, ഇനി ഹെക്സ് 2 ഈൻ വരച്ചാലോ? ഹെക്സ് 2 ഈൻ വരയ്ക്കാം. ഹെക്സ് 2 ഈൻ എങ്ങനെ വരയ്ക്കും? ഹെക്സ് എന്ന് പറയുമ്പോ തന്നെ എത്ര കാർബണാ? 6 കാർബൺ. അപ്പൊ നമുക്ക് 6 കാർബൺ വരയ്ക്കാം. ഓക്കെ, 6 കാർബൺ നേരെ വരച്ചേ. 1 6 കാർബൺ 1 2 3 4 5 6. എന്നിട്ട് നമ്പർ ഇട്ട് കൊടുക്കാം നിങ്ങൾ. 1 2 3 4 5 6 നമ്പർ ഇട്ടു. 2ലാണ് ഡബിൾ ബോണ്ട്. അപ്പൊ 2ൽ അങ്ങോട്ട് ഡബിൾ ബോണ്ട് വരയ്ക്കാം. അത് ഇവിടെ വരയ്ക്കാൻ പറ്റുമോ? ഇവിടെ വരച്ചാൽ ശരിയാവോ? അപ്പൊ 1 വരും. അപ്പൊ തെറ്റി. 2 എന്ന് പറയുമ്പോ 2ൽ തുടങ്ങാൻ പാടുള്ളൂ ഡബിൾ ബോണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ഹൈഡ്രജൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ 3 ഹൈഡ്രജൻ വേണമല്ലോ. 1 2 3. ഓൾറെഡി ഇവിടെ ഒരെണ്ണം മതി, ഇവിടെ ഒരെണ്ണം മതി, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 3. സിമ്പിൾ റൈറ്റ്? കിട്ടിയോ? ഓക്കെ, അടുത്തതിന്റെ പേരിട്ടെ. ട്രിപ്പിൾ ബോണ്ട് ആണ്. 1 2 3 4 5. 5 കണ്ട ഉടൻ ഉറപ്പിച്ചോ. പെൻഡ് ഹൈഫൺ ഇട്ടു. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ അത് എന്തായാലും ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാൻ പാടില്ല, റൈറ്റിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ വലിയ നമ്പർ കിട്ടും. അപ്പൊ 2 ഹൈഫൺ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹെപ്റ്റ് 3 വൈൻ. ഓക്കെ, ഹെപ്റ്റ് ആണ്. എത്ര കാർബണാ ഹെപ്റ്റ് എന്ന് പറഞ്ഞാല്? 7. 1 2 3 4 5 6 7. 7 കാർബൺ. ഓക്കെ, അപ്പൊ 7 കാർബൺ ഇട്ടു. 3ല് നമ്പർ ഇട്ടു. 1 2 3 4 5 6 7. 3ല് ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ 3 ബോണ്ട് അങ്ങനെ വരയ്ക്കാം. ബാക്കി നമ്മുടെ ഹൈഡ്രജൻസിന് ഇട്ട് കൊടുക്കാം. ഇവിടെ 3 എണ്ണം വേണം, ഇവിടെ 2 എണ്ണം മതി, ഇവിടെ ഒറ്റെണ്ണം വേണ്ട, ഇതിനും ഒറ്റെണ്ണം വേണ്ട, ഇതിന് 2, ഇതിന് 2, ഇതിന് 3. സോ ദാറ്റ് ഈസ് ഓവർ. അപ്പൊ നമ്മുടെ കോമ്പൗണ്ടും IUPAC നെയിമും ഒക്കെ കിട്ടി. എല്ലാവർക്കും ക്ലിയർ ആണോ? ഇപ്പൊ മനസ്സിലായോ ഇതെങ്ങനെ ചെയ്യാന്ന്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ട്രിപ്പിൾ ബോണ്ടും ഡബിൾ ബോണ്ടും എവിടെയാന്ന് കണ്ടുപിടിച്ച ശേഷം ബാക്കിയുള്ളതിന് എന്തിട്ട് കൊടുക്കുക?
കാർബൺസിന് ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലെറ്റസ് ആസസിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കാം. ഓക്കെ, ലെറ്റസ് ആസസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ഡബിൾ ബോണ്ടിന്റെയും ട്രിപ്പിൾ ബോണ്ടിന്റെയും. അത് ആൻസർ ചെയ്തിട്ട് വരാം. ഓക്കെ ഓക്കെ, ഇവിടെ നോക്കിക്കോ, ഇവിടെ ഉണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ, പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് ആൻസർ കമന്റ് ബോക്സിൽ ഇട്ടേ. എന്നിട്ട് ടീച്ചർ ഇവിടെ ചെയ്തിടാം. നിങ്ങൾ പെട്ടെന്ന് പോയിക്കും കമന്റ് ചെയ്തിടണം കേട്ടോ UPSC നെയും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് തുടങ്ങേണ്ടി വരും എന്ന് ഉറപ്പാണ്, കണ്ടാൽ തന്നെ അറിയാം അല്ലേ. 6 എണ്ണം. ഓക്കെ, സോ ഹെക്സ് ഹൈഫൺ 2 ഹൈഫൺ E ശരിയാക്കിയോ? ഓക്കെ, 1 2 3 4 5 6 again hex 2 1 ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആണോന്ന് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് രണ്ടുമാണ് ഇവിടത്തെ ഹോംവർക്ക് ഉണ്ടായിരുന്നേ. ഹോംവർക്ക് അല്ല, നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തത്. ഇനി ഇത് ശരിയാണോ എന്നാണ് ചോദ്യം. ഇതൊന്ന് ശരിയാണോ നോക്കി എല്ലാവരും. ഹെക്സ് 3 വൈൻ ആണ്. 1 2 3 4 5 6 ആണ്. ഹെക്സ് 3 വൈൻ ആണോ? അല്ലല്ലോ, ഇവിടുന്ന് തുടങ്ങുമ്പോ 2-വിലല്ലേ ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ഇതും നമ്മുടെ തെറ്റാണ്. എന്താ വരാ? ഹെക്സ് 2 വൈൻ ആണ് വരാ. മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണമെന്ന്? ഓക്കെ, ഇനി ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കണം. പെന്റ് 1 അയൺ. പെന്റ് 1 അയൺ എങ്ങനെ വരയ്ക്കാം? പെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെന്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ വരയ്ക്കി. 1 2 3 4 5. 1-ൽ ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ഇതാണ് 1 ആയിട്ട് എടുക്കണമെങ്കിൽ അപ്പുറത്തൊന്ന് തുടങ്ങാം കേട്ടോ. ഇതാണ് 1 ആണ് എടുക്കണമെങ്കിൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട്. ഇനി ഹൈഡ്രജൻ ഇട്ട് കൊടുക്കും. ഇവിടെ ഒരെണ്ണം വേണം, ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം. സോ ദി സ്ട്രക്ചർ ഈസ് കംപ്ലീറ്റ്. ക്ലിയർ ആയോ? അപ്പൊ അത് കിട്ടിയില്ലേ? ഓക്കെ, ഇത്രയാണ് ഇതിൽ ഹോംവർക്സ് ഉണ്ടായിരുന്നേ. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ച് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ്. ഓക്കെ, വി ആർ ഗോയിങ് ടു സ്റ്റഡി ഡിസ്കസ് അബൌട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്. നമുക്ക് ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കാനുണ്ടെന്ന് ആദ്യം നോക്കാം. നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ ഒന്ന് ആൽക്കഹോൾ പഠിക്കാനുണ്ട്. ഓക്കെ, ആൽക്കഹോൾ പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് നോക്കിയേ, ആസിഡ് ഗ്രൂപ്പ് അതായത് കാർബോക്സിൽ ഗ്രൂപ്പ് പഠിക്കാനുണ്ട്. Then you have to study aldehyde group. Okay, then keto group, keto പഠിക്കാനുണ്ട്. Then halo group, halogens വരുമ്പോൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ വരുമ്പോൾ എങ്ങനെയാന്ന് പഠിക്കാനുണ്ട്. Then alkoxy group, ഈതർ വരുമ്പോൾ എങ്ങനെയാന്ന് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് മൊത്തത്തിൽ. ഓക്കെ, ആ മൊത്തത്തിൽ പഠിക്കാനുള്ളതിന്റെ ഒരു ചെറിയ സമ്മറിയാണ് ഈ ഒരൊറ്റ ടേബിൾ. ഓക്കെ, ഈ ഒരൊറ്റ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പുകളും അതേപോലെ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരും അതേപോലെ അതിന്റെ കോമൺ ആയിട്ടുള്ള നെയിമും കിട്ടും. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേരിടാനായിട്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പഠിക്കണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും അൺസാച്ചുറേറ്റഡിന്റെ കേസ് നന്നായിട്ട് ക്ലിയർ ആക്കി പഠിച്ച് റെഡി ആയിട്ട് സെറ്റപ്പ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അബൌട്ട് ദ നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ് വിത്ത് 1 branch, 2 branch, nomenclature of unsaturated compounds of alkenes and alkynes. അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തായിരുന്നു. എല്ലാവരും ഇത്രയും വരെ ക്ലിയർ കട്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? Okay, any doubts you can ask me. Okay, yes, now we are moving to functional group. That is a very important topic. Okay, നമുക്കൊരു 6 ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ ഈ കേസുകളിലൊക്കെ നമ്മൾ ഏതൊക്കെ കോമ്പൗണ്ട്സിൽ, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഏതൊക്കെ എലമെന്റ്സിനെ കണ്ടേ? ഏതൊക്കെയായിരുന്നു? കാർബണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? ഓക്കെ, കാർബൺ ആറ്റം ഹൈഡ്രജൻ മാത്രമേ ഇവിടെ ബോണ്ടിങ്ങിൽ വന്നിട്ടുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഒരു കാർബണും ഹൈഡ്രജനും അല്ലാതെ വേറെ ആരൊക്കെ വരും? പിന്നെ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ഓക്സിജനും ഹാലജൻസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ മീഥെയ്ൻ ആണ്. ഒരു കാർബൺ ഉള്ള ആൽക്കെയിൻ. ഓക്കെ, മീഥെയ്ൻ ആണ്. മീഥെയ്ന്റെ ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് മാറിയിട്ട് അവിടെ OH വന്നേക്കാം. ഓക്കെ, അതേപോലെ ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് മാറിയിട്ട് മീഥെയ്ന്റെ തന്നെ ഒരു ക്ലോറിൻ വന്നേക്കും. അപ്പൊ അതിന്റെ പേര് മാറി കണ്ടോ, അതിന്റെ പേര് മാറി, അതിന്റെ ഫംഗ്ഷൻ അത് ആ ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് എന്ത്?
ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇത് പഠിക്കാൻ. അപ്പൊ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? യു മസ്റ്റ് നോ ദ ഡെഫിനിഷൻ. An atom or a group of atom bonded to the carbon in a organic compound that determines the distinctive chemical and physical properties of that compound. Okay, അപ്പൊ ഈ ഒരു മെത്തനോൾ, ഇതിന്റെ പേര് നോക്കിയാൽ ഇതിന് മെത്തനോൾ എന്നാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു മെത്തനോൾ എടുത്താല് ആ ഒരു OH ഗ്രൂപ്പ് അവിടെ ഉള്ളത് കൊണ്ട് ആ OH ഗ്രൂപ്പാണ് അതിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ തീരുമാനിക്കുന്നത്. അതേപോലെ ക്ലോറോമീഥൈനില് ക്ലോറിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ആ ഗ്രൂപ്പാണ് എന്ത് തീരുമാനിക്കുന്നത്? ദാറ്റ് ആ ഒരു ഫാമിലിയുടെ, ക്ലോറിൻ വരുന്ന എല്ലാ ഫാമിലിയുടെയും എന്ത് തീരുമാനിക്കണേ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു ഉള്ളടക്കം. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? ഒരു ആറ്റം ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം. ഇവിടെ ക്ലോറിനിൽ ഒരു ആറ്റേ ഉള്ളൂ, പക്ഷെ OH രണ്ടെണ്ണം ഉണ്ട് അല്ലെ. സോ ഇറ്റ് ക്യാൻ ബി ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം bonded to a carbon in an organic compound. ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബണോട് ബോണ്ട് ചെയ്തേക്കുന്നു. That determines the distinctive chemical and physical properties of that compound. ആ ആറ്റത്തിനെയോ ആ ഗ്രൂപ്പിനെയോ പറയുന്ന പേരാണ് എന്ത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി നമുക്ക് 6 ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് 6 എണ്ണം ഫസ്റ്റ് തന്നെ ടീച്ചർ പറയാൻ പോകുന്നത്. 6 എണ്ണത്തിന് നമുക്ക് ചുരുക്കി ഇവിടെ ലാസ്റ്റ് ഒരു ടേബിൾ, ഇതങ്ങനെ ഫസ്റ്റ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തലവേദന ഇല്ല. അപ്പൊ 6 എണ്ണം 1 2 3 4 5 6 ഞങ്ങൾ ടേബിൾ ആയിട്ട് സമ്മറൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് കാരണം ഒരു കൺഫ്യൂഷൻ ആർക്കും വേണ്ട. നോക്കാം. OH, അതായത് ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ OH വരാണ്. OH വന്നാൽ അതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. OH എന്ന് പറഞ്ഞാല് അത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരാണ്. ഈ നമുക്ക് OH ഗ്രൂപ്പിനെ നമ്മൾ സാധാരണ പറയാം ഹൈഡ്രോക്സൈഡ് എന്നല്ലേ അല്ലെ. OH മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രോക്സൈഡ് അയോൺ എന്നാണ് പറയാം. അപ്പൊ ഇതിന്റെ പേര് OH ഗ്രൂപ്പിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് വരുമ്പോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറയാം. ഇനി OH വരുന്നത് ആൽക്കഹോൾ ഫാമിലിയാണ്, ആൽക്കഹോൾസ് ആണത്. അപ്പൊ OH എവിടെ കണ്ടോ, OH മാത്രം പാടുള്ളൂ കേട്ടോ. OH വന്നാൽ അത് ആൽക്കഹോൾ ഫാമിലിയാണ്. ആ ഗ്രൂപ്പിന്റെ പേരെന്താ? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇനി അതേസമയം COOH വരാണ്. COOH നമ്മൾ എഴുതാം C ഡബിൾ ബോണ്ടോ OH എന്നാണ് കേട്ടോ. C ഡബിൾ ബോണ്ടോ OH ഇങ്ങനെയാണ് എഴുതുക. അതങ്ങനെയാണ്. ഈ കാർബൺ 4 വാലൻസി ഉള്ളൂ. 1 2 3 4 കണ്ടോ, 4 ബോണ്ട് ഉണ്ടല്ലോ ചുറ്റും. C ഡബിൾ ബോണ്ടോ OH അതാണ് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര്. കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ എന്നാണ് പേര്. അതൊരു ആസിഡ് ഫാമിലിയാണ്. COH കണ്ടാൽ അത് എന്ത് ഫാമിലിയാ? കാർബോക്സിലിക് ആസിഡ് ഫാമിലിയാണ്. ദെൻ CHO നമ്മൾ എങ്ങനെ എഴുതും? ഇതേപോലെ C ഡബിൾ ബോണ്ടോ എന്ന് എഴുതിയിട്ട് എന്തിടണം? H ഇടണം. ഇവിടെ OH ആയിരുന്നപ്പോ കാർബോക്സിൽ ഗ്രൂപ്പ്, വെറും H ആണെങ്കിൽ ആൽഡിഹൈഡിക് ഗ്രൂപ്പ്. അതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ആൽഡിഹൈഡ് എന്നാണ്. ആൽഡിഹൈഡ്. ഇനി വെറുതെ CO ഗ്രൂപ്പ്, CO എന്നുള്ള ഗ്രൂപ്പ്, അതായത് ഇതിൽ C ഡബിൾ ബോണ്ട് O എന്ന് പറഞ്ഞിരിക്കുക, ഇപ്പുറത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്ന ഗ്രൂപ്പിന്റെ പേരാണ് എന്ത്? കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ് എന്നാണ് അതിനെ പറയാ. കീറ്റോ ഗ്രൂപ്പിന്റെ കോമൺ നെയിം ആണ് കീറ്റോൺ. കീറ്റോൺ. ഇനി OR എന്ന് പറഞ്ഞാല്, നമ്മുടെ ഏത് ഗ്രൂപ്പ് വേണമല്ലോ, CH3 C2H5, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പഠിക്കും. അത് OR എന്ന് പറഞ്ഞാൽ അത് ഈതർ ഗ്രൂപ്പ് ആണ്. ദാറ്റ് ഈസ് അതിന്റെ നെയിം എന്ന് പറയുന്നത് ആൽക്കോക്സിൽ ഗ്രൂപ്പ് എന്നാണ്. ഇനി ഇതെന്താ? ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ, ഇതൊക്കെ ഹാലോ കോമ്പൗണ്ട്സ് ആണ്. ഹാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഏതാണോ ഹാലജൻ അതനുസരിച്ച് അതിന്റെ എന്ത് മാറും? പേര് മാറും. ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ, ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, അങ്ങനെ മാറും അർത്ഥം. മനസ്സിലായോ? ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കാം. അപ്പൊ നിങ്ങൾ ആ ടേബിൾ ഫസ്റ്റ് പഠിച്ചു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, മൊത്തത്തിൽ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ നമ്മളിത് പഠിക്കും ഓൾറെഡി. അപ്പൊ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു ടേബിൾ നിങ്ങൾക്ക് ഓക്കെ ആവും. ഇപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ 6 എണ്ണം ഒരുമിച്ച് കാണിച്ചാൽ 6 എണ്ണം പഠിക്കാനുള്ളത്. അതിന്റെ പേര് പഠിക്കണം, അതിന്റെ കോമൺ നെയിമും പഠിക്കണം. അത്രയേ പഠിക്കാനുണ്ട്. ഇനി അതിന്റെ പേരിടാനും കൂടി നമ്മൾ പഠിക്കും. തുടങ്ങാം. ഫസ്റ്റ് വൺ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇപ്പൊ ഏതാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞേ? OH.
OH കണ്ടാൽ ഉറപ്പിച്ചോ അതെന്താ? ആൽക്കഹോൾ. അത് ആൽക്കഹോൾ ആണ്. അവിടെ OH ഗ്രൂപ്പ് ആണ് വരാം. OH ഗ്രൂപ്പ് ആണ് എന്തിന് കാരണം? അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിന് കാരണം. ഓക്കെ, അപ്പൊ അവര് പറയുന്ന പേര് ഞാൻ പറഞ്ഞു ആൽക്കഹോൾസ് എന്നാണ്. ഇനി എങ്ങനെ അവര് പേരിടും? പേരിടാൻ നല്ല എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ മീഥേൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മീഥേൻ CH4. അതിലെ ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരെണ്ണത്തിന് മാറ്റിയാൽ മതി, CH3 ഇട്ടിട്ട് ബാക്കി ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ OH കൊടുത്തു. അപ്പൊ അതെന്തായി? OH കണ്ട് ഉറപ്പിച്ചോ അതെന്താ? അത് ആൽക്കഹോൾ ആണ്. അപ്പൊ ഇത് മീഥേൻ ആയിരുന്നു. ഇനി എങ്ങനെ നമ്മൾ ഇതിനെ പേരിടുന്ന വെച്ചാല് മീഥേന്റെ ഈ അങ്ങട് മാച്ച് കളയാം. ഈ മാത്രം മായ്ക്കാൻ പാടുള്ളൂ. ഈ മീഥേന്റെ ഈ അങ്ങോട്ട് മാച്ചിട്ട് അതിന് പകരം എന്ത് ചേർക്കാം? ആൽക്കഹോൾ കണ്ടാല് ഓള് ചേർക്കണം. ഓള്. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ അങ്ങോട്ട് മാച്ച് കളഞ്ഞിട്ട് എന്ത് ചേർത്തു? ഓള് ചേർത്തു. അങ്ങനെയാണ് എന്തിന് പേരിടുന്നേ? ആൽക്കഹോളിന് പേരിടുന്നേ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ടീച്ചർ വേറൊരു എക്സാമ്പിൾ തരാം. നോക്കി, CH3CH3. ഓക്കെ, CH3CH3 ഇത് ഈഥേൻ ആണല്ലോ, അറിയാലോ, 2 കാർബൺ ഉള്ള ആൽക്കെയിൻ ആണ്. സോ ദിസ് ഈസ് ഈഥെയിൻ. ഓക്കെ, അപ്പൊ ഈഥെയിനില് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ഹൈഡ്രജനെ അങ്ങോട്ട് മാറ്റിയിട്ട് OH അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ഹൈഡ്രജനെ മാറ്റി ടീച്ചർ OH ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ പേര് എന്ത് ചെയ്യും? ഈഥെയിനല്ലേ മാറ്റിയത്. അപ്പോ ഈഥെയിന്റെ ഈ അങ്ങട് കളഞ്ഞിട്ട് ഓൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്തായി? എത്തനോൾ എന്നായി. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായോ എങ്ങനെ പേരിടാന്ന്? അപ്പൊ അൽക്കെയിൻ ഏതാന്ന് എഴുതാം. ഈ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ മൈനസ് ചെയ്തിട്ടേക്കുന്നത്. ഈ മൈനസ് ചെയ്യാൻ. ഓക്കെ, പ്ലസ് ഓൾ യുൽ ബി ഗെറ്റിംഗ് ആൽക്കനോൾ. ഓക്കെ, അതാണ് അതിന്റെ പേര്. നൗ ഈ 2 സ്ട്രക്ചർ നോക്കിയേ. കണ്ടോ, 2 സ്ട്രക്ചർ. വാട്ട് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ 2 കോമ്പൗണ്ട്സ്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താ? ഏതാ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ ഉള്ളത്? OH ഗ്രൂപ്പ്, റൈറ്റ്? H. What is the molecular formula of the 2 compounds? Molecular formula എഴുതിക്കോ. കാർബൺ എത്ര ഉണ്ട്? 3. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3, 4, 5, 6, 7, 8. നിർത്താൻ പറ്റുമോ? ഓക്സിജൻ എഴുതണ്ടേ? ഓക്സിജനും കൂടി എഴുതണം, എന്നാലേ മോളിക്കുലർ ഫോർമുല ആവുള്ളൂ, അല്ലേ? അപ്പൊ രണ്ടിന്റെ ഫോർമുല സെയിം തന്നെയാ. C3H8O. ഓക്കെ, what is the structural difference between them? OH ഗ്രൂപ്പ് പൊസിഷൻ വ്യത്യാസം ഉണ്ട് അല്ലെ? പൊസിഷൻ of the functional group both compound is different, right? അതെ അല്ലെ, പൊസിഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പൊസിഷൻ പറയാം. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ അതിന്റെ പൊസിഷൻ വെച്ചാണ് നമ്മൾ പേരിടുക. അപ്പൊ നമ്മുടെ സാധാരണ പോലെ റൂൾസ് നമുക്കറിയാലോ. റൂൾസ് നമുക്കൊന്ന് ഓർത്തെടുക്കാം. അതായത് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആണ് നമ്മൾ കൗണ്ട് ചെയ്യാറ് അല്ലേ? അപ്പൊ നോക്കാം. കാർബൺ ചെയിൻ കണ്ടെയ്നിങ് OH ഗ്രൂപ്പ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ദി മെയിൻ ചെയിൻ. OH ഗ്രൂപ്പ് ഉള്ള കാർബൺ ഉള്ള OH ഗ്രൂപ്പ് ഏത് കാർബണിലാണോ ആ കാർബൺ ഉള്ള ചെയിൻ വേണം സജസ്റ്റ് ചെയ്യാൻ. ഓക്കെ, കൺസിഡർ ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ OH ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടണം. പിന്നെ ബാക്കി നമുക്ക് അറിയാവുന്നത് പോലെ. ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോ എവിടെ നിന്ന് പേരിടും നമ്മള്? ഓക്കെ, ഈ 2 നമുക്ക് ചെയ്ത് നോക്കാലോ. 1, 2, 3. ഓക്കെ, ഇങ്ങനെയല്ലേ ചെയ്ത? കാർബൺ ഉണ്ടല്ലോ OH ഈ കാർബണില. അപ്പൊ OHന് 3 നമ്പർ കിട്ടണേ. തിരിച്ച് ഇങ്ങോട്ട് ഇട്ടാലോ? ഓക്കെ, 1 കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് അത് മതി. 1, 2, 3 അതുപോലെ. ഓക്കെ, അപ്പൊ 1ലാണ്. അപ്പൊ ഇനി ആൽക്കെയിന്റെ പേര് എഴുതിക്കോ. ഏതാ ആൽക്കെയിൻ? 3 കാർബൺ ഉള്ള ആൽക്കെയിൻ ഏതാ? പ്രോപ്പാൻ. ഈ കളഞ്ഞു. ഹൈഫൻ. പൊസിഷൻ നമ്പർ ഓഫ് ദ OH ഗ്രൂപ്പ് 1ലാണ് നമ്മൾ പൊസിഷൻ കണ്ടത്. ദെൻ ഹൈഫൻ ഇടാ, ഓൾ എഴുതാ. നമ്മൾ ഇവിടെ മെത്തനോൾ എത്തനോൾ എന്നൊക്കെ എഴുതി. ഇനി നമുക്ക് OH വലിയ വലിയ ഹൈഡ്രോ കാർബൺസ് വരുമ്പോ, ആൽക്കഹോൾസ് ഒക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പൊസിഷൻ പറയണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഏത് കാർബണിലാണോ OH ഉള്ളതെന്നല്ലേ? അതിന്റെ പൊസിഷൻ പറയണം. അത് ഇതിന്റെ ഇടയിൽ ഒരു ഹൈഫൻ ഇടാ, പൊസിഷൻ എഴുതാ, അതിന്റെ വീണ്ടും ഹൈഫൻ ഇടാ, ഓൾന്ന് എഴുതാ. അങ്ങനെ എഴുതാ, അത്രേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ ചെയ്തേ. രണ്ടാമത്തെ അങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് വന്നാലൊക്കെ സെയിം ആ. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും നമ്പർ 1, 2, 3 പേരിട്ടോ. പ്രൊപ്പ് തന്നെയാണ്, പ്രൊപ്പാൻ. ഈ ഞാൻ കളഞ്ഞു കേട്ടോ.
Okay, hyphen 2, 2 hyphen all, propan to all. Clear? Okay. ഇതിന് നമ്പർ ഇട്ടാണ് നോക്കിയേ. എങ്ങനെ നമ്പർ ഇട്ടത്? ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു. നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ. യെസ്, 3. നെയിം ഓഫ് ദ ആൽക്കെയിൻ. 3 കാർബൺ ഉള്ള ആൽക്കെയിൻ ഏതാ? പ്രൊപ്പെയിൻ ആണ്. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ OH ഗ്രൂപ്പ്. പൊസിഷൻ നമ്പർ എത്രയാ? ഒന്നാമത്തെ പൊസിഷനിലാണല്ലേ. ഇതാണ് കറക്റ്റ്. അപ്പൊ 1. അപ്പൊ പേരെങ്ങനെ ഇടും? പ്രൊപ്പാൻ. ഈ കളഞ്ഞിട്ട് പ്രൊപ്പാൻ എഴുതി -1 -all. ക്ലിയർ? IUPAC നെയിം നമ്മൾ എഴുതിയതല്ലേ. ഇപ്പൊ എന്താ എഴുതിയേ? പ്രൊപ്പാൻ ടു ഓൾ. ഓക്കെ. ഇനി ഒരു IUPAC നെയിം തന്നിട്ട്, സോറി, ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ IUPAC നെയിം 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ലൈക്ക് യു ഹാവ് ടു ചൂസ് വിച്ച് വൺ ഈസ് കറക്റ്റ്. ഓക്കെ, ഏതാ? ഇവിടെ നമ്പർ ഇട്ട് നോക്കാം. 1 2 3 4 5. ഓക്കെ, 1 2 3 4 5, which is correct? This one, right? So 5 carbon pentan. ഈ കളഞ്ഞു 2-ലാണ് OH. അപ്പൊ ഇതാണ് കറക്റ്റ്. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ്, ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ എളുപ്പമല്ലേ ആൽക്കഹോൾ നെയിം ഇടാൻ? ആൽക്കഹോൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചു? അപ്പൊ നമ്മള് പേരിടാൻ പഠിച്ചത് ആൽക്കെയിൻ എന്നുള്ള ആൽക്കെയിൻ, ഏത് ആൽക്കെയിൻ ആണോ എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന്റെ ഈ കളഞ്ഞിട്ട് OL ചേർക്കണം. അതാണ് ബേസിക്. ഇനി OHന്റെ പൊസിഷൻ നോക്കണം. ചെറിയ നമ്പർ കിട്ടണം എപ്പോഴും. അപ്പൊ നമ്മൾ പൊസിഷൻ നോക്കുമ്പോൾ OH ഗ്രൂപ്പിന് എന്ത് ചെയ്യണം? ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലുള്ള പൊസിഷൻ എഴുതണം. എന്നിട്ട് ആൽക്കെയിൻ എഴുതാ, ഈ കളയാ, ഹൈഫൺ ഇടാ, പൊസിഷൻ എഴുതാ, ഹൈഫൺ ഇടാ, ഓള് കൊടുക്കുക. ഓക്കെ, യെസ്. Now moving to the next one, carboxylic group, that is acid. അല്ലേ? ഇത് എന്ത് ഗ്രൂപ്പ് എന്നാ പറഞ്ഞത് നമ്മള്? കാർബോക്സിലിക് ഗ്രൂപ്പ്. ഈ COH ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നതിന് നമ്മൾ പറയുന്നത് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മള് ഈ കളയണം. എളുപ്പല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ഈ കളയാ. എന്നിട്ട് ഇതിന് നമ്മൾ കൊടുക്കേണ്ടത് ഓയിക് ആസിഡ് എന്നാണ്. ഓക്കെ, എന്താ കൊടുക്ക? ഓയിക് ആസിഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ടേബിൾ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചില്ലേ? ഇവിടെ ഒരു ടേബിള് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചില്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ആൽക്കഹോൾ വന്നപ്പോ നമ്മൾ എന്താ കൊടുത്തേ? ഓള്. ആസിഡ് വന്നപ്പോ എന്താ കൊടുക്കണ്ടേ? ഓയിക് ആസിഡ്. ഇവിടെ അതും കൂടി ഒന്ന് ഈ ടേബിളിന്റെ കൂട്ടത്തിൽ എഴുതി വെച്ചാൽ നമുക്ക് അതും കൂടി ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് വരാം. ഇപ്പൊ നമ്മള് ഇവിടെ എത്തിയുള്ളൂ. ഓക്കെ, ഓയിക് ആസിഡ് ആണ്. ഈ മാറ്റി എന്ത് കൊടുത്തു? ഓയിക് ആസിഡ് കൊടുത്തു. അപ്പൊ ആൽക്കനോയിക് ആസിഡ് വരും. മെഥനോയിക് ആസിഡ്, എഥനോയിക് ആസിഡ്, പ്രൊബനോയിക് ആസിഡ്, അങ്ങനെ വരും. ഓക്കെ, യെസ്. ഈതേൻ ഈ കളഞ്ഞു, ഓയിക് ആസിഡ് കൊടുത്തു. ഓക്കെ, നമുക്കിനി ചെയ്യാം. ഇത് നോക്കി എത്ര കാർബൺ ഉണ്ട്? ഈ COH കാർബൺ ഉണ്ട്. അപ്പൊ അത് വേണം നമ്മൾ എണ്ണണം കേട്ടോ. അവിടെ നിന്നാണ് തുടങ്ങണ്ടേ. അപ്പൊ ഒരു കാർബൺ ഉണ്ട്. ഒരു കാർബൺ ഉള്ള ആൽക്കെയിന്റെ പേര് മീഥേൻ എന്നാണ്. മെത്ത് എന്ന് എഴുതി, ഓയിക് ആസിഡ്. ഓക്കെ, ഇത് 2 കാർബൺ, 1 2, 2 കാർബൺ ഉണ്ട്. സോ എഥനോയിക് ആസിഡ്. 3 കാർബൺ ഉള്ളതിനെ എങ്ങനെ വരയ്ക്കും? ഓക്കെ, CH3 CH2, 2 കാർബൺ ആയി. ഒരു കാർബൺ എന്ത് എഴുതണം? COH എഴുതണം. 4 കാർബൺ ഉള്ളതിന് എന്ത് പേരിടും? ബ്യൂട്ടനോയിക് ആസിഡ്. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവർക്കും ആസിഡ് നല്ല എളുപ്പല്ലേ? ആൽക്കഹോൾ പഠിച്ചാൽ പിന്നെ ആസിഡ് എളുപ്പ. കാരണം എന്താ? ആൽക്കഹോളിനെ പോലെ തന്നെയാണ്. ഈ കളഞ്ഞ് ആൽക്കഹോളിലാണെങ്കിൽ OL ചേർക്കുന്നു, ആസിഡിനാണെങ്കിൽ ഓയിക് ആസിഡ് ചേർക്കണം. അത്രേ ഉള്ളൂ, ശ്രദ്ധിക്കാം. ക്ലിയർ? ഓക്കെ, നൗ മൂവിങ് ടു ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? CHO ഗ്രൂപ്പ്. ഇവര് ആളുകളാണ്. ആളുകൾ. എന്താളുകൾ? ALകൾ. ഓക്കെ, മെഥനാൽ, എഥനാൽ, പ്രൊപ്പനാൽ. സിമ്പിൾ ആണല്ലേ? അപ്പൊ ആൽഡിഹൈഡിക് ഗ്രൂപ്പ് എന്ന് ഓർക്കണം. CHO ഗ്രൂപ്പാണ്. C ഡബിൾ ബോണ്ടോ H വരുന്നതാണ്. ഇവര് ആൽഡിഹൈഡ്സ് എന്നാണ് പറയാ. ഇവര് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ കളഞ്ഞ് AL ചേർക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ബാക്കില് ടേബിളിൽ പോയിട്ട് നിങ്ങൾ എല്ലാവരും ടേബിളിന്റെ അവിടെ എന്ത് എഴുതാ? ആൽഡിഹൈഡിന് എഴുതി കൊടുത്ത് എന്ത് എഴുതേണ്ടേ? AL. ഓള്, ഓയിക് ആസിഡ്, ആള്. 3 എണ്ണം പഠിച്ചു കഴിഞ്ഞു കേട്ടാ.
ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമുക്ക് ആളിലേക്ക് പോവാം. ആളിന്റെ പേരിടാം. ഓക്കെ ഓക്കെ, ഇത് എത്ര കാർബൺ ഉണ്ട്? അപ്പൊ നമ്മൾ ആൽഡിഹൈഡ് കാർബൺ ഏതാ? CHO, അതായത് CHO എന്ന് പറഞ്ഞ കാർബൺ വേണം ഒന്ന് കൊടുക്കാൻ. 1 2. അപ്പൊ 2 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. സോ എഥനാൽ. ഈതേൻ ഈ കളഞ്ഞു, ആള് കൊടുത്തു. ക്ലിയർ? ഓക്കെ, ഇനി ബ്യൂട്ടനാൾ വരയ്ക്കാൻ. വരച്ച് ബ്യൂട്ടനാൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ട് 4. അപ്പൊ 4 കാർബൺ വരച്ചോ. CH3 CH2 CH2, അവസാനം എന്ത് കൊടുക്കണം? CHO. അപ്പൊ 4 എണ്ണായില്ലേ? ഓക്കെ, then CH2 CH3 CH2 CHO, 3 കാർബൺ ഉണ്ട്. സോ ദിസ് ഈസ് പ്രൊപ്പനാൽ. ഇനി 5 കാർബൺ ഉള്ള പെന്റനാൾ വരയ്ക്കാൻ. CH3 CH2 CH2, 3 4 5ൽ ആൽഡിഹൈഡ് കൊടുക്കാം. നമുക്ക് 5ൽ തന്നെ കൊടുക്കണം. നമ്മൾ നമ്പർ ഇടുമ്പോ ഇവിടുന്ന് നമ്പർ ഇടാം. 1 2 3 4 5. ഓക്കെ, ഇത് 1 2 3 4 അങ്ങനെ വേണം നമ്പർ ഇടാൻ കേട്ടോ. അപ്പോ ആൽഡിഹൈഡ് എളുപ്പമല്ലേ? ഇനി നമുക്ക് കീറ്റോയിലേക്ക് പോവാം. ഓക്കെ, കീറ്റോ എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പ് ആണ്. CO ഗ്രൂപ്പ് ആണ് കീറ്റോ ഗ്രൂപ്പ്. ഇവിടെ നമ്മൾ ഓൺ എന്ന് പറഞ്ഞാണ് എഴുതുക. ഓൺ. ഓക്കെ, ഓൺ എന്ന് പറഞ്ഞ് എഴുതുമ്പോ ആൽക്കെയിൻ എഴുതിയിട്ട് ഈ കളഞ്ഞിട്ട് എന്ത് ചേർക്കണം? ഓൺ ചേർക്കണം. 1 എന്നുള്ള സ്പെല്ലിംഗ് ONE 1 എന്ന് എഴുതിയില്ലേ നമ്മൾ, ആ സ്പെല്ലിംഗ് ചേർക്കണം. അതാണ് കാര്യം. ഓക്കെ, നമുക്ക് നോക്കാം. ഹൗ മെനി കാർബൺ ആറ്റംസ് ദിസ് ഈസ് ഹാവിംഗ്? CO 1 2 3 കാർബൺ, റൈറ്റ്? സോ ആൽക്കെയിൻ എന്താ? പ്രൊപ്പെയിൻ ആണ്. IUPAC നെയിം പറഞ്ഞോ. പ്രൊപ്പെയിൻ എഴുതി, ഈ കളഞ്ഞു, 1 ചേർത്തു, പ്രൊപ്പനോൺ എന്ന് വരും. ഓക്കെ, ഇതിന് അസറ്റോൺ എന്നും കൂടി പറയൂ കേട്ടോ. കോമൺ ആയിട്ട് പറയുന്നത് അസറ്റോൺ എന്നുള്ള പേരാണ്. അപ്പോ സാധാരണ അപ്പൊ നമ്മൾ എങ്ങനെയാ പ്രൊപ്പിലാണ് ഇപ്പൊ തുടങ്ങി. എന്താ ഇപ്പൊ മെത്തനോണൊന്നും ഇല്ലേ? ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മെത്തനോൺ എങ്ങനെ വരയ്ക്കും? ഒരു കാർബണുള്ളിൽ ഇങ്ങനെ വെറുതെ വരയ്ക്കാൻ പറ്റുമോ? അപ്പൊ കാർബണിന്റെ ബാലൻസ് ഫില്ലായോ? അങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് മെത്തനോണും പ്രൊപ്പനോണും ഒന്നും ഇല്ലാത്ത. സോറി, പ്രൊപ്പനോൺ അല്ല, മെത്തനോണൊന്നും ഇല്ലാത്ത. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ CH3 CO എന്നും പറഞ്ഞ് C ഡബിൾ ബോണ്ടോ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെ ഒന്നും വേണ്ടേ? 3 വാലൻസി അല്ലേ ഫില്ലായിട്ടുള്ളൂ. ഇവിടെ ഹൈഡ്രജൻ ഇട്ട് നിങ്ങൾ കൊടുക്കാന്ന് വിചാരിച്ചാലും അപ്പൊ ഇത് ആൽഡിഹൈഡ് ആയി പോവില്ലേ? CHO ഗ്രൂപ്പ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവം ഇല്ല. അത് ആൽഡിഹൈഡ് ഉണ്ട്. കീറ്റോണിൽ എന്ത് പറ്റില്ല? 2 കാർബൺ ഉള്ള കീറ്റോൺ പറ്റത്തില്ല. അപ്പൊ കീറ്റോൺ തുടങ്ങുന്നത് എത്ര കാർബണിലാ? 3 കാർബൺ വേണം കീറ്റോൺ തുടങ്ങണമെങ്കിൽ. പ്രൊപ്പനോണിന്നാണ് കീറ്റോൺ തുടങ്ങുക കേട്ടോ. Okay, now moving to the next one. Number of carbon atoms in the main chain. Count ചെയ്യൂ. 5. Okay. ഇനി എന്താ? നെയിം ഓഫ് ആൽക്കെയിൻ. 5 എണ്ണുള്ള ആൽക്കെയിന്റെ പേരെന്താ മക്കളെ? പെന്റെയിൻ അല്ലേ? എഴുതിക്കോ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ ഇവിടെ? CO ഗ്രൂപ്പ് അല്ലെ? CO കണ്ടോ? അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിന് ചെറിയ നമ്പർ കിട്ടണം. ഇങ്ങോട്ടേക്കാ? ഇങ്ങോട്ടേക്ക്. പെന്റാൻ. പെന്റേന്റെ ഈ കളഞ്ഞു, 2 എഴുതി ഓൺ ഇട്ട് കൊടുക്ക. ഓക്കെ, ദാറ്റ് ഈസ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. അടുത്ത നിങ്ങൾ തന്നെ എഴുതിക്കോ. 1 2 3 4 5. ഇതും 5 ആണ്. ഇങ്ങോട്ടേക്ക് ഇട്ടാലും നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പായ കീറ്റോ ഗ്രൂപ്പിന്റെ സെയിം നമ്പർ ആണ്. കുഴപ്പമൊന്നുമില്ല. സോ ആൽക്കെയിന്റെ പേര് എഴുതിക്കോ. പെന്റാൻ. ഓക്കെ, -3 -on. പെന്റാൻ 3 ഓൺ എന്ന് വരും. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയില്ലല്ലോ നമ്മുടെ ടേബിളില്. കീറ്റോൺ വന്നാൽ എന്താ ചേർക്കേണ്ട? അവസാനം ഓൺ ചേർക്കണം. ONE. നമ്മൾ ഓൺ എന്ന് പറയും. 1 ആണ് അതിന്റെ സ്പെല്ലിംഗ്. ONE 1. ഓക്കെ, നെക്സ്റ്റ് ഇനി 2 എണ്ണം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ടപ്പ് തീർന്നല്ലേ? എന്തിനു വേഗം നമ്മൾ പഠിച്ചേ. ഓക്കെ, ഇനി ഇതിന്റെ ഹാലജൻസ്. ഹാലോ ഗ്രൂപ്പ്. ഹാലജൻസ് എന്ന് പറഞ്ഞാൽ ഏത് വേണമെങ്കിലും ആവാം. ഫ്ലൂറിൻ ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയോഡിൻ ആവാം. ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഇത്രയും നേരം എഴുതിയ പോലെ, അതായത് ആൽക്കഹോള്, ആസിഡ്, ആൽഡിഹൈഡ്, കീറ്റോൺ. ഓക്കെ, ഇത് 4ഉം ഒരേപോലെ നമ്മൾ എഴുതി. ആൽക്കേൻ എഴുതുന്നു, ഈ കളയുന്നു. ആൽക്കഹോൾ ആണെങ്കിൽ ഓള്, ആസിഡ് ആണെങ്കിൽ ഓയിക് ആസിഡ്, അതല്ല കീറ്റോൺ ആണെങ്കിൽ ഓൺ, ആൽഡിഹൈഡ് ആണെങ്കിൽ ആള്. ഇത്രയും ചേർത്ത് എഴുതി. ഇനി 2 എണ്ണം കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ അത് നോട്ട് ചെയ്യാം. ഓക്കെ, എന്താ ചെയ്യണ്ടേ? ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയോഡോ. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹാലജൻ. ഏത് ഹാലജനോ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ഓക്കെ,
ഇനി നമുക്ക് പൊസിഷൻ ഓഫ് ദ ഹാലോ ഗ്രൂപ്പ് ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് എന്താ? പൊസിഷൻ ഓഫ് ദി ഹാലോ ഗ്രൂപ്പ് ഹൈഫൻ നെയിം ഓഫ് ദി ഹാലോ ഗ്രൂപ്പ് നെയിം ഓഫ് ദ ആൽക്കീൻ. അങ്ങനെ വേണം പേരിടാൻ. ഒരെണ്ണം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. നോക്കാം, ഇവിടെ ക്ലോറിൻ കണ്ടോ? ക്ലോറിൻ ആണ് ഇവിടുത്തെ. അപ്പൊ ഹാലോ ഗ്രൂപ്പിന്റെ പേര് എന്താ? ക്ലോറോ ആണ് അല്ലെ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. ഇവിടെ ഇത് കാർബൺ അല്ല, ക്ലോറിൻ ആണ്. ആ കാർബൺ കൗണ്ട് ചെയ്യരുത് കേട്ടോ. ആ കാർബണിൽ തുടങ്ങണം. നമ്മുടെ ക്ലോറിൻ ഏത് കാർബണിലാണോ അതാണ് കറക്റ്റ് നമ്പറിങ്. ഓക്കെ, ഇതാണ് കറക്റ്റ്. ക്ലോറിന് ചെറിയ നമ്പർ കിട്ടും. ഫങ്ഷണൽ ഗ്രൂപ്പ് ക്ലോറിൻ ആണല്ലോ. ഫങ്ഷണൽ ഗ്രൂപ്പിന് എന്ത് കിട്ടണം? ചെറിയ നമ്പർ കിട്ടണം. അപ്പൊ 3 1 ചെറുത് 1 അല്ലേ. അപ്പൊ എത്ര കാർബൺ ഉണ്ട്? 3 എഴുതി. നെയിം ഓഫ് ദ ആൽക്കീൻ ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഓക്കെ, പ്രൊപ്പെയിൻ. ആൽക്കീന്റെ പേര് എഴുതി വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പ്രൊപ്പെയിൻ. നെയിം ഓഫ് ദ ഹാലോ ഗ്രൂപ്പ് ക്ലോറിൻ ആണ്. സോ ഇറ്റ് ഈസ് ക്ലോറോ. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ കാർബൺ ടു വിച്ച് ദ ഹാലോ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ്. പൊസിഷൻ നമ്പർ ഹാലോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കറക്റ്റ് പൊസിഷൻ 1 ആണ്. അപ്പൊ നമ്മൾ IUPAC നെയിം എങ്ങനെ എഴുതും? പൊസിഷൻ ഓഫ് ദ ഹാലോ ഗ്രൂപ്പ് 1 എഴുതി, ഹൈഫൺ ഇട്ടു. ഹാലോ ഗ്രൂപ്പിന്റെ പേര് എഴുതി, ക്ലോറോ എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? ആൽക്കേന്റെ പേര് എഴുതാ, പ്രൊപ്പെയിൻ. അപ്പൊ ഇതിന്റെ പേരെന്താ? 1 ക്ലോറോ പ്രൊപ്പെയിൻ. ക്ലിയർ? 1 ക്ലോറോ പ്രൊപ്പെയിൻ. അടുത്തത് ചെയ്യാം. ഓക്കെ, അടുത്തത് നിങ്ങളോട് നെയിം ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. 1 2 3 4. ഓക്കെ, 3 ആണ് കിട്ടുന്നത്. 1 2 3 4. അപ്പൊ 2 കിട്ടും. അപ്പൊ ഇങ്ങോട്ടേക്ക് വേണ്ട, ഒരെണ്ണം മതി നമുക്ക്. കറക്റ്റ് ഉള്ളത് മതി. ഓക്കെ, ഇനി പൊസിഷൻ നമ്പർ അല്ലെ. ഏതാ പൊസിഷൻ? 2ലാണ്. 2ൽ എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, 2ൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ എങ്ങനെ പേര് എഴുതണം? 2,2. 2 ബ്രാഞ്ച് വരുമ്പോ നമ്മൾ എഴുതാൻ പഠിച്ചിട്ടില്ലേ? യു ഹാവ് ടു യൂസ് ദാറ്റ് മെത്തേഡ് ഹിയർ. ഓക്കെ, 2,2. ഓക്കെ, 2 എണ്ണം ഉള്ളത് കൊണ്ട് ഡൈ. ഓക്കെ, ഹൈഫൺ ഇടാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഡൈ. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ. ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ, റൈറ്റ്? ഡൈ ബ്രോമോ. ഇവിടെ ബ്രോമിൻ ആണ്. സോ ബ്രോമോ ആൽക്കീൻ. 4 എണ്ണം. ബ്യൂട്ടീൻ. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ഇങ്ങനെ ചെയ്തിരുന്ന 2 എണ്ണം ബ്രാഞ്ച് വരുമ്പോഴുള്ള കാര്യങ്ങൾ ഓർത്താൽ മതി. 2 എണ്ണം ഉള്ളത് കൊണ്ട് 2,2 ഇട്ടു ടീച്ചർ. ഹൈഫൺ ഇടണം, അതാണ് നമ്മുടെ റൂള്. ദെൻ 2 ബ്രോമിൻ ഉള്ളത് കൊണ്ട് ഡൈബ്രോമോ ഇടും. ബ്യൂട്ടൈൻ ആണ്. അടുത്തത് വരച്ചേ. 2,3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ. അപ്പൊ ഫസ്റ്റ് ബ്യൂട്ടല്ലേ, 4 കാർബൺ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, അത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കേസ്. നമ്പർ ഇടാം. 1 2 3 4. 2ലും 3ലും ക്ലോറിൻ ആണ്. അപ്പൊ 2ലും 3ലും ക്ലോറിൻ ആണ്. ടീച്ചർ ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. 1 2 3 4. 2ലും 3ലും ക്ലോറിൻ വരച്ചുണ്ട്. ഓക്കെ, ഇനി വല്ലതുണ്ടോ? ബ്യൂട്ടൈൻ ആണ്. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഹൈഡ്രജൻ ഇട്ട് കൊടുത്തേ. ഇവിടെ 3 എണ്ണം. ഓക്കെ, ഇവിടെ ഒരെണ്ണം മതി, ഇവിടെ ഒരെണ്ണം മതി, ഇവിടെ 3 എണ്ണം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും നോക്കിയ? പേര് ശരിയായിരുന്നു. 1 2 3 4. 2,3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ. കറക്റ്റ് അല്ലേ? യെസ്. ഇനി അടുത്തത് 1 2 3. ഇങ്ങോട്ട് ഇട്ടാലും സെയിം ആണല്ലോ അല്ലെ. സോ 2 ഹൈഫൺ ഫ്ലൂറോ പ്രൊപ്പെയിൻ. 3 കാർബണേ ഉള്ളൂ. പ്രൊപ്പെയിൻ. ഓക്കെ, അടുത്തതോ ഇവിടെ നിന്ന് 1 2 3 4 5. 1 ഹൈഫൺ അയോഡോ. 1 അയോഡോ പെന്റെയിൻ. 5 കാർബൺ പെന്റെയിൻ. ക്ലിയർ ആയോ? അപ്പൊ ഹാലജൻ വരുമ്പോ എങ്ങനെയാന്ന് മനസ്സിലായോ? എങ്ങനെയാ നമ്മൾ എന്താ ചെയ്യണ്ടേ? Yes, we have to find the position of the halo group first. You have to put a hyphen there, and you have to write down the name of the halo group and after the name of the alkane. അങ്ങനെയാണ് ഹാലജൻസിന് പേരിടേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ലെറ്റസ് ആസസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കൺഫ്യൂസ് ആവണ്ട. എന്നിട്ട് ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാം കൂടി പഠിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കും ഇത് എന്തോരം പഠിക്കാനല്ലേ? അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ 2-3 വട്ടം ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ടപ്പ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആസിഡ് ഇത് കുറച്ചുണ്ട് ഇവിടെ തൊട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാലോ. യെസ്,
ഒന്ന് ചെയ്തേ, ഇത് ഏത് ഗ്രൂപ്പാ? ഫസ്റ്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാം, ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. ഏതാ? ഇവിടെ COH ഗ്രൂപ്പാ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ എന്ത്? യെസ്, ദിസ് ഈസ് ആസിഡ് ഗ്രൂപ്പ്, റൈറ്റ്? ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങാം. 1 2 3 4 5. അപ്പൊ 5 കാർബൺ ഉള്ളതാന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ പെൻറ്റാൻ എഴുതി കളഞ്ഞു ഞാൻ. ഓയിക് ആസിഡ് കൊടുത്തു, പെന്റനോയിക് ആസിഡ്. ഓക്കെ, പെന്റനോയിക് ആസിഡ്. അടുത്തതോ ഏത് ഗ്രൂപ്പാ? ആൽഡിഹൈഡ് ആണ്. ഇവിടെ ഏത് ഗ്രൂപ്പാ? ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്, റൈറ്റ്? ആൽഡിഹൈഡ് എന്ന് പറയുമ്പോ അപ്പൊ ഓർക്ക ആള്. ഓക്കെ, 1 2 3 4 4 കിട്ടി. സോ ബ്യൂട്ടാൻ ഈ കളഞ്ഞു, എന്ത് കൊടുക്ക? ആള് കൊടുക്ക. ഓക്കെ, അടുത്തത് കീറ്റോൺ ആണ്. 1 2 3 4 5. ഓക്കെ, അപ്പൊ കീറ്റോൺ ആണെന്ന് നമ്മൾ എങ്ങനെ നിയമിട്ടെ? ഓർമ്മയുണ്ടോ? കീറ്റോൺ നിയമിട്ടത് എല്ലാവരും ശ്രദ്ധിച്ചേ. കീറ്റോൺ എങ്ങനെയാ നിയമിട്ടെ? ഓൺ എന്നും പറഞ്ഞ നിയമിട്ടെ അല്ലേ? നിയമിട്ടു. പക്ഷെ കീറ്റോന്റെ പൊസിഷൻ വരുമ്പോ നമ്മൾ എങ്ങനെ പേരിടണം? ഹൈഫൻ ഇട്ട് പൊസിഷൻ എഴുതിയിട്ട് വേണം ഓൺ എഴുതാൻ. അത് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, അത്രയും ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെ പേരിടാം? 5 എണ്ണല്ലേ? ഓക്കെ, പെന്റാൻ 2 2ലാണ് ഓൺ. ഓക്കെ, ദെൻ നമ്പർ ഇടാ. ഫ്ലോറിൻ ആണ് 1 2 3 4. 2ലാണ് 2 2 2,2 ഹൈഫൻ ഡൈക്ലോറോ ബ്യൂട്ടേൻ 4 കാർബൺ ഉള്ള ബ്യൂട്ടേൻ. ഓക്കെ, ഇത് ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല, അപ്പൊ അവിടെ നിക്കട്ടെ. ഓക്കെ, അപ്പോ പിന്നെ ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ വരയ്ക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് വരച്ച് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇത് കറക്റ്റ് ആണെന്ന് നോക്കി. പെന്റാൻ 2 ഓൺ. 1 2 3 4 5. 2ലാണ് 5 കാർബൺ, കറക്റ്റ്. ഹെക്സ് 3 ഐൻ 1 2 3 4 5 6 നമ്മൾ ചെയ്താന്ന് തോന്നുന്നു അല്ലേ? 3 ഐനല്ല, 2 ഐനാണ്. 2 ഐൻ. ഇത് നോക്കിയേ. 2,3 ഡൈക്ലോറോ പെന്റേൻ 1 2 3 4 5. 2വില് 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ 2,2,3 എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ 3 ക്ലോറിൻ ഉണ്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്, 1 2 3. അപ്പൊ ഇത് ട്രൈക്ലോറോ ആണ്, ഡൈക്ലോറോ പെന്റേൻ ആണ്. മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് നോക്കിയേ. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പും കൂടി പഠിച്ചിട്ട് ഇന്നത്തെ ടോപ്പിക്സ് നമുക്ക് നിർത്താം. കാരണം നിങ്ങൾക്ക് ഇത് ഒന്നും കൂടി ഒന്ന് മനസ്സിരുത്തി പഠിക്കണമല്ലോ. ആൽക്കോക്സി ഗ്രൂപ്പും കൂടി ടീച്ചർ പറഞ്ഞുതരാം. ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OR ഗ്രൂപ്പാണ്. ഈതർ എന്നാണ് ഇവര് പറയാ, ഈതേഴ്സ്. ഓക്കെ, ഈതേഴ്സ് എന്ന് പറഞ്ഞ R എന്ന് പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. CH3 ആവാം, C2H5 ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇനി ഇതിന്റെ പേരിടല് കുറച്ച് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ നോക്കി, ഇവിടെ ഓരോ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടോ? എന്തുണ്ടാവും? ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും ഇല്ലേ? ഇവിടെ ഉണ്ട്, ഓടെ ഇപ്പുറത്തും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഓയുടെ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ഗ്രൂപ്പുകൾ ഉണ്ടോ, എത്ര എണ്ണം വീതം ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഓടെ ലിങ്കേജ്. ഈ O ഗ്രൂപ്പിനെ പറയുന്നതാണ് ഈതർ ലിങ്കേജ്. എന്ത് പറയും? ഈതർ ലിങ്കേജ് എന്നാണ് പറയാം. ഓക്കെ, ഇനി ഇതിന് നമ്മൾ പേരിടേണ്ടത്, കോമൺ ആയിട്ട് നമ്മൾ പേരിടേണ്ടത് ഓക്കെ, ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ്. ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് പേരിടുക, ആൽക്കോക്സി ആൽക്കെയിൻ. ഇനി ആരാണ് ആൽക്കോക്സി, ആരാണ് ആൽക്കെയിൻ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നോക്കി. ലോങ്ങർ ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് കൺസിഡർഡ് ആസ് ആൽക്കെയിൻ. ആരാണോ വലുത്, ഓക്സിജന് അപ്പുറത്തും ഇപ്പുറത്തും എന്തുണ്ട്? വലിയ കാർബണിന്റെ ചെയിനുകൾ ഉണ്ട്. അതിൽ വലിയ ചെയിൻ ഏതാ? ഇതിൽ വലിയ ചെയിൻ ഏതാ? ഇതല്ലേ 1 2, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. വലിയ ചെയിൻ ഇത്. ഓക്കെ, വലിയ ചെയിന് നമ്മൾ എന്താക്കി എഴുതണം? ആൽക്കെയിൻ ആക്കി എഴുതണം. വലിയ ചെയിൻ 2 എണ്ണം ആയതുകൊണ്ട് ഞാൻ ഈഥെയ്ൻ ആക്കി എഴുതി. ചെറിയ ചെയിന് നമ്മൾ എന്താക്കി എഴുതണം? ആൽക്കോക്സി ആക്കി എഴുതണം. ഇവിടെ ഒരു എണ്ണേ ഉള്ളൂ. സോ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? മീഥോക്സി എന്ന് എഴുതാം. അപ്പൊ എന്റെ പേരെങ്ങനെയാ ഈഥറിന്റെ? മീഥോക്സി ഈഥെയ്ൻ എന്ന് പേര്. എന്താ ചെയ്തേ? ഒന്നും കൂടി ടീച്ചർ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ഈഥർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നടുക്കിൽ ഒരു O ഉണ്ടാവും, അപ്പുറത്തും ഇപ്പുറത്തും കാർബണിന്റെ ചെയിൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ പേരിടണത് ആലോചിക്കുക. പേരിടാൻ പോണത് ആൽക്കോക്സി ആൽക്കെയിൻ.
ഓക്കെ, ആൽക്കോക്സി ആൽക്കെയിൻ. ഇനി വലിയ ചെയിൻ ഏതാ, അത് ആൽക്കെയിൻ ആക്കി എഴുതണം. ചെറിയ ചെയിൻ ഏതാ, അത് ആൽക്കോക്സി ആക്കി എഴുതാം. ക്ലിയർ? ഓക്കെ, ഇത് ചെയ്തേ. ഇത് രണ്ടിലും 1 1 ഉള്ളൂ, ഓരോന്നാണേ ഉള്ളൂ. അപ്പൊ രണ്ടും ഒരു കാർബണുള്ള മെത്ത് എന്ന് പറഞ്ഞ സംഭവം വരാം. അപ്പൊ മെത്തോക്സി മീഥേൻ എന്ന് പേര് വരും. ഓക്കെ, ഇനി അടുത്തത് ഡിഫറെന്റ് ആണ്. ഇവിടെ ഒരെണ്ണം 1 2 3. അപ്പൊ ഇതിന് പേര് എങ്ങനെ ഇടാം? ചെറുതിന് നമ്മൾ എന്താക്കി എഴുതണം? ഓക്സി ആക്കി എഴുതണം. അപ്പൊ ഒരെണ്ണം ഉള്ളതുകൊണ്ട് മീഥോക്സി, 3 എണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് എഴുതണം? പ്രൊപ്പെയിൻ. അതാണ് വലുത്. സോ അതിനെ ആൽക്കെയിൻ ആക്കി എഴുതാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? അടുത്തതോ എത്തോക്സി പ്രൊപ്പെയിൻ. നടുക്കിൽ ഒരു ഓ ഇട്ട് കൊടുക്കും. ഓക്കെ, എവിടെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡിൽ എത്തും, അടുത്ത സൈഡിൽ പ്രൊപ്പും. എത്തുന്ന് പറഞ്ഞാൽ 2 എണ്ണം, പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഇട്ട് കൊടുക്കുക. CH3 CH2 CH2. വലുതിനെ ആൽക്കെയിൻ ആക്കി എഴുതി, ചെറുതിനെ ആൽക്കോക്സി ആക്കി എഴുതി. ക്ലിയർ ആയോ? ഈതറിനെ നമ്മൾ മടിക്കൽ കൊടുക്കുന്നത് ആൽക്കോ. ഇവിടെ എഴുതി വെക്കാം, ആൽക്കോക്സി ആൽക്കെയിൻ എഴുതാം. എന്നിട്ട് ആൽക്കെയിൻ എഴുതിട്ട് ആൽക്കെയിന്റെ നേരെ ഏതാ? ലോങ്ങർ എന്ന് എഴുതി ബ്രാക്കറ്റിലിട്ട് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടി. ഓക്കെ, ഹാലോ ഗ്രൂപ്പിന് എങ്ങനെ പേരിടും? ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അതിന്റെ പൊസിഷൻ ആണ് ആദ്യം എഴുതണ്ടേ. എന്നിട്ട് വേണം പേര്, ഹാലജന്റെ പേര് എഴുതാൻ. എന്നിട്ട് ആൽക്കെയിൻ എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഓടിച്ച് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താന്ന് പറഞ്ഞു. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ആൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ദാറ്റ് ഈസ് ബോണ്ടഡ് ടു ആൻ ഓർഗാനിക് കോമ്പൗണ്ട് and that will determine the chemical and physical properties of that compound. Okay, അത് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയും. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. ദാറ്റ് ഈസ് ആൻ ആൽക്കഹോൾ OH ഗ്രൂപ്പ്. ആൽക്കഹോൾ വന്നാൽ നമ്മൾ കൊടുക്കേണ്ടത് ഓൾ എന്നും പറഞ്ഞിട്ട് ഓൾ. ഓക്കെ, ഓൾ. മെഥനോൾ. അപ്പൊ ഏതാണോ ആൽക്കെയിൻ അത് എഴുതാ. ആൽക്കെയിന്റെ ഈ കളയ ഓള് കൊടുക്കുക. ഓക്കെ, ഇനി ഏതാണോ ആൽക്കെയിൻ അതിന്റെ ഈ കളയ ഓള് കൊടുക്കുക, ആൽക്കനോൾ. ഓക്കെ, നെക്സ്റ്റ് ഈസ് അടുത്തത് ഏതാ? രണ്ടാമത്തെ ആസിഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. C double bond OH, that is COOH group. കാർബോക്സിലിക് ആസിഡ് എന്നാണ് ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര്. ഓയിക് ആസിഡ് എന്നാണ് അവസാനം കൊടുക്കണ്ടേ. ആൽക്കെയിൻ എഴുതാ, ഈ കളയ ഓയിക് ആസിഡ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഈസ് ആൽഡിഹൈഡ്സ് ആർ aldehydic group. CHO group, right? C double bond H group. ആൽക്കെയിൻ എഴുതാ, ഈ കളയ എന്ത് കൊടുക്ക? ആള് കൊടുക്ക, ആൽക്കനാൾ. ആളാണ് ഇവിടെ, ആള്. അടുത്തത് കീറ്റോ ഗ്രൂപ്പ്. CO ഗ്രൂപ്പ് ആണ്, കീറ്റോൺസ് ആണ്. ഓക്കെ, കീറ്റോൺസ് ഓൺ ആണ് കൊടുക്കേണ്ടത്, ഓൺ. ആൽക്കെയിൻ എടുക്ക, ഈ കളയ ഓൺ കൊടുക്ക. ക്ലിയർ? അടുത്തത് ഹാലോ ഗ്രൂപ്പ് ആണ്. ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ എന്ത് വേണമെങ്കിലും വരാം. എന്നതിന്റെ പൊസിഷൻ ഓഫ് ദ ഹാലജൻ എഴുതാ, എന്നിട്ട് ഹൈഫൺ ഇടാ, ഹാലജന്റെ പേര് എഴുതാ, ആൽക്കെയിന്റെ പേര് എഴുതാ. ഗ്യാപ്പ് ഒന്നും വേണ്ട കേട്ടോ. അവിടെ ഹൈഫൺ ഇട്ടിട്ട് നേരെ അങ്ങോട്ട് എഴുതിക്കോളാം. ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെ, ആൽക്കോക്സി ആൽക്കെയിൻ. ഓ ആണ്, ഓ നടുക്കിൽ ഓ ഉണ്ടാവും. ഓടെ അപ്പുറത്ത് ഇപ്പുറത്ത് കാർബണിന്റെ ചെയിൻസ് ഉണ്ടാവും, റൈറ്റ്? ആ കാർബണിന്റെ ചെയിൻസിന് എണ്ണ കൊടുക്കുക. രണ്ട് സൈഡിലും വേറെ വേറെ എടുക്കണം കേട്ടോ. മൊത്തത്തിൽ എണ്ണ കൊടുക്കരുതേ. രണ്ട് സൈഡിലും ഏതാണോ വലുതെന്ന് നോക്കാം. വലുത് ആൽക്കെയിൻ ആക്കി എഴുതാ. ഓക്കെ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം അല്ലെ. അപ്പൊ എല്ലാ ഫംഗ്ഷനും 6 എണ്ണ പഠിക്കാനുള്ളൂ. നിങ്ങൾ ഇത് 6 എണ്ണം കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങളുടെ പകുതി പഠിച്ചു തീരും. ഓക്കെ, അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആൻഡ് യു ഹാവ് ടു ഹിറ്റ് ദ ബെൽ ഐക്കൺ ഓൾസോ. എന്നാലും നിങ്ങൾക്ക് അടുത്ത വീഡിയോസിന്റെ എന്ത് വരുള്ളൂ? നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ. എല്ലാവരും ചെയ്യുമല്ലോ അല്ലെ? ഓക്കെ, സോ stay curious, keep learning. We will see in the next video. Till then, goodbye for now. Bye, see you.